الحمد لله الذي أنعم علينا بالإيمان والإسلام وفضلنا بأمة محمد صلى الله عليه وسلم. فقد قال الله تعالى في محكم التنزيل: فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هل يستوي الذين يعلمون والذين لا يعلمون. صدق الله العلي العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ കമനീയമായ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, ശാസ്ത്ര സാങ്കേതിക വൈജ്ഞാനിക വളർച്ച അതിൻ്റെ ഉച്ചകോടിയിലെത്തി നിൽക്കുന്ന കൃത്രിമ ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മനുഷ്യ മസ്തിഷ്കത്തോട് മത്സരം നടത്തുന്ന, നിലകിനാരങ്ങളാൽ പരന്നു കിടക്കുന്ന മലനിരകളും സമുദ്രങ്ങളും കൊണ്ട് വിസ്തൃതമായ ഈ ലോകത്തിൻ്റെ ഒരു കോണിൽ നിന്നും മറ്റൊരു കോണിലേക്ക് ബന്ധപ്പെടുവാൻ വേണ്ടി കൈവെള്ളയിൽ ഒതുങ്ങുന്ന ഒരു ഉപകരണം മാത്രം മതിയാകുന്ന കൃത്രിമ ബുദ്ധി എന്ന യന്ത്രമസ്തിഷ്കം മനുഷ്യൻ്റെ സ്വപ്നങ്ങളെപ്പോലും വായിച്ചു തുടങ്ങുന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ സമയമാകുന്ന നദിയിൽ നീന്തുന്ന മനുഷ്യർക്ക് ആത്മീയ ദിശാബോധം നൽകേണ്ട പ്രവാചകരുടെ അനന്തരാവകാശികളായ പണ്ഡിതന്മാർ, അവർ ഒരു പണ്ഡിതനായോ അറിവുള്ള ഒരു മുസൽമാനായോ കാലഘട്ടത്തിൻ്റെ പുരോഗതിയുടെ പിറകിൽ തൻ്റെ സമൂഹത്തിനോടുള്ള ധർമ്മം നിലനിർത്തുന്നുണ്ടോ എന്ന് സ്വന്തമായി ചോദിക്കൽ അനിവാര്യമാണ്. ഏറ്റവും ആദ്യം ഒരു പണ്ഡിതൻ തൻ്റെ സ്വന്തത്തിൻ്റെയും അറിവിൻ്റെയും മൂല്യത്തെക്കുറിച്ചും തൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും ബോധവാനായിരിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സുമർ 9-ാമത്തെ ആയത്തിലൂടെ ചോദിക്കുകയാണ്: ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരാകുമോ? ഈ ചോദ്യത്തിലൂടെ അറിവുള്ളവർക്ക് വിശദമായ ബോധവും ശരിയായ മാർഗദർശനവും സാമൂഹിക പ്രതിബദ്ധതയും ഉണ്ടെന്നും അറിവില്ലാത്തവർക്ക് ഇവ കുറവായതിൻ്റെ പേരിൽ അവരുടെ നിലനിൽപ്പ് അറിവുള്ളവരുടെ നിലനിൽപ്പിനോട് തുല്യമല്ല എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ ചൂണ്ടിക്കാണിക്കുകയാണ്. സോഷ്യൽ മീഡിയകളും സാങ്കേതിക വിദ്യകളും വളരെ വ്യാപകമായതിനാൽ വിവിധ തെറ്റായ ആശയങ്ങളും ഇസ്ലാമിനെതിരെ കെട്ടിച്ചമയ്ക്കപ്പെട്ട നെറികേടുകളും സമൂഹത്തിന്റെ നിലനിൽപ്പിനെ പോലും ചോദ്യം ചെയ്യപ്പെടുന്ന പല പുരോഗമന ചിന്താഗതികളും വളരെ വേഗത്തിൽ വ്യാപിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വായിൽ നിന്നും ഉരിയാടപ്പെടുന്ന ഓരോ വാക്കുകളും വഞ്ചനയും സ്വാർത്ഥ താല്പര്യങ്ങളും ഒന്നും ഉൾക്കൊള്ളാതെ സത്യത്തിന്റെ പരിപാലനമാണ് അറിവിലൂടെ ഉദ്ദേശിക്കപ്പെടുന്നതെന്ന ലക്ഷ്യബോധം ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു പണ്ഡിതന്റെ തൂലികയിലെ മഷി അതൊരു ചിന്തയുടെ ജ്വാലയാണ്. അറിവിന്റെ അങ്കണത്തിൽ നിന്നും പടരുന്ന ഒരു ദിവ്യ പ്രകാശമാണ്. ആ മഷിത്തുള്ളി കാലഘട്ടത്തിന്റെ പാളികളിലൂടെ സഞ്ചരിച്ച് തലമുറകളെ ഉണർത്തിക്കൊണ്ടേയിരിക്കും. അത് പുസ്തകമാകുന്നതാണ്, അത് സന്ദേശമാകുന്നതാണ്, അത് മാർഗദർശനമാകുന്നതാണ്. അങ്ങനെ അത് മനുഷ്യബോധത്തിന്റെ പ്രഭയായി തീരുന്നതാണ്. മനുഷ്യഹൃദയങ്ങൾ നേരായ പാതയിലേക്കെത്താൻ വളരെ പ്രയാസപ്പെടുന്ന ഈ ആശയ യുദ്ധങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു പണ്ഡിതൻ തൻ്റെ സമൂഹത്തിൻ്റെ ഹൃദയത്തിലേക്ക് പ്രകാശം വിതറുമ്പോൾ അവൻ തൻ്റെ പ്രബോധനത്തിൽ ഹിക്മത്ത് അഥവാ വിവേകം പ്രയോഗിക്കൽ അത്യന്താപേക്ഷിതമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുകയാണ്: ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇലതിൽ ഹസന. നീ നിന്റെ രക്ഷിതാവിന്റെ വഴിയിലേക്ക് ഹിക്മത്തോടുകൂടിയും നല്ല ഉപദേശത്തോടുകൂടിയും ക്ഷണിക്കുക. വജാദിൽഹും ബില്ലതീ ഹിയ അഹ്സൻ. നീ നല്ല രീതിയിൽ അവരോട് വാദിക്കുകയും ചെയ്യുക. ഒരു പ്രബോധകൻ വിശിഷ്യ സോഷ്യൽ മീഡിയകളും സാങ്കേതിക വിദ്യകളും മതത്തോടുള്ള തെറ്റായ ആശയങ്ങൾ വെച്ച് പുലർത്തുന്ന ചിന്താഭ്രാന്തിയുടെ ഈ യുഗത്തിൽ അവൻ ഹിക്മത്ത് പ്രയോഗിക്കേണ്ടത് 3 കാര്യങ്ങളിലാണ്. ഒന്ന്, അൽ ഹിക്മത്തു ഫിൽ ഖൗൽ അഥവാ വാക്കിലെ വിവേകമാണ്. അന്ധകാരത്തിലായിരുന്ന ലോകത്തിന്റെ നെറുകയിലേക്ക് വന്ന് പതിക്കുന്ന വെള്ളി വെളിച്ചമാണ് പണ്ഡിതന്റെ ഓരോ വാക്കുകളും. വഖൂലൂ ലിന്നാസി ഹുസ്ന. നിങ്ങൾ ജനങ്ങളോട് നന്മയായ വാക്കുകൾ പറയുക. കാരണം ഒരേ വാക്കിന് തന്നെ ഒരു ഹൃദയത്തെ തകർത്ത് കളയുവാനും ഒരു കണ്ണീരിന് ആശ്വാസമാകുവാനും സാധിക്കുന്നതാണ്. രണ്ടാമത്തേത് അൽ ഹിക്മത്തു ഫിൽ വഖ്ത്
അഥവാ സമയത്തിലെ വിവേകമാണ്. ഒരു നല്ല വാക്ക് അത് ഉചിതമായ സമയത്ത് പറയുകയാണെങ്കിൽ അതൊരു പ്രബോധനമായി തീരും. എന്നാൽ അത് ഉചിതമല്ലാത്ത സമയത്ത് പറയുകയാണെങ്കിൽ അത് വിരോധത്തിന് കാരണമായി തീരുന്നതാണ്. മൂന്നാമത്തേത് അൽ ഹിക്മതു ഫിൽ അമൽ, അഥവാ പ്രവൃത്തിയിലെ വിവേകമാണ്. ഇസ്ലാമിന്റെ സൗന്ദര്യം അവന്റെ വാക്കുകളിലൂടെ മാത്രമല്ല, അവന്റെ പ്രവൃത്തികളിലൂടെയും മാനവ ഹൃദയത്തിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. അതുകൊണ്ട് തന്നെ പ്രിയ സഹോദരങ്ങളെ, പണ്ഡിത ധർമ്മത്തിന്റെ ആകർഷത മനസ്സിലാക്കി സമൂഹത്തോടുള്ള ധർമ്മവും അറിവിനോടുള്ള ബോധവും കാത്തു സൂക്ഷിച്ച് ജീവിക്കുവാൻ നാഥൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അടുത്ത നറുക്കെടുപ്പിന് വേണ്ടി ചെസ് നമ്പർ 357